ഒല്ലൂർ സാധു സംരക്ഷണ സംഘം കുറീസ് ലിമിറ്റഡിന്റെ രണ്ടാമത്തെ ശാഖ ഈ മാസം 19-ന് പൂച്ചിനിപ്പാടം ലിറ്റിൽ ഫ്ലവർ ചർച്ച് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കും. 83 വർഷത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പാരമ്പര്യത്തിന്റെ കണ്ണിയാവുകയാണ് പുതിയ ശാഖയും. വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ രണ്ടാമത്തെ ശാഖയുടെ പ്രവർത്തനം തുടങ്ങുമെന്ന് ചെയർമാൻ ഫാദർ വർഗീസ് കുത്തൂർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വളരെ പാരമ്പര്യമുള്ള സാധു സംരക്ഷണ സംഘം അതിൻ്റെ കുറീസ് വിഭാഗം പൂച്ചുണ്ണിപ്പാടത്ത് രണ്ടാമത്തെ ബ്രാഞ്ച് ആരംഭിക്കുകയാണ്. 83 വർഷം പാരമ്പര്യമുള്ള ഈ ഒല്ലൂർ പ്രദേശം നാനാജാതി മതസ്ഥരായിട്ടുള്ളവർക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ അവരെ ഒന്ന് ഉയർത്താനും താങ്ങാനും സാധിക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധു സംരക്ഷണ സംഘത്തിൻ്റെ വിവിധ തലങ്ങളിലൂടെ ലഭിക്കുന്ന എല്ലാ ധനാഗമ മാർഗങ്ങളും ഈ ഒരു നിയോഗത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. വേറെ ഒരു തരത്തിലും അതിൻ്റെ ലാഭം മറ്റു തരത്തിലൊന്നും പോകുന്നില്ല എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പൂച്ചിനിപ്പാടം ലിറ്റിൽ ഫ്ലവർ പള്ളി വികാരി ഫാദർ ജിയോ പള്ളിപ്പുറത്തുകാരൻ സാധു സംരക്ഷണ സംഘം കുറീസ് ലിമിറ്റഡിന്റെ രണ്ടാമത്തെ ശാഖ ഉദ്ഘാടനം ചെയ്യും. പത്മശ്രീ പെരുവനം കുട്ടന്മാരാരെ ചടങ്ങിൽ ആദരിക്കും. പെരിഞ്ചേരി തിരുഹൃദയ പള്ളി വികാരി ഫാദർ ജോബ് പടയാറ്റിൽ അനുഗ്രഹ സന്ദേശം നൽകും. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് ജീവകാരുണ്യ സഹായ വിതരണം നിർവഹിക്കും. വിവിധ മേഖലയിലുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. 1943 ഒല്ലൂർ ഫൊറോന പള്ളി വികാരിയായിരിക്കെ മോൺസിനിയോർ പോൾ കാക്കശ്ശേരിയുടെ ദീർഘവീക്ഷണത്തിലാണ് സംഘം സ്ഥാപിച്ചത്. ഇതിനകം തന്നെ 3 നഗറുകൾ ഉൾപ്പെടെ 100ഓളം വീടുകൾ നിർമ്മിച്ചു നൽകി. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഫീസും സഹായവും നൽകി മികച്ച ജോലിക്ക് പ്രാപ്തരാക്കി. തൃശൂർ അതിരൂപതയിലെ വിവിധ ജീവകാരുണ്യ സ്ഥാപനങ്ങൾ, പള്ളികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ എന്നിവയ്ക്ക് സഹായം നൽകുന്നുണ്ട്. സാധു സംരക്ഷണ സംഘം കുറീസ് ലിമിറ്റഡിന്റെ പ്രഥമ ശാഖ ചിയ്യാരത്ത് തുടങ്ങിയത് 2024-ലാണ്. ആരംഭകാലം മുതൽ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും വിവിധ സഹായങ്ങൾ നൽകാൻ കഴിഞ്ഞതായും ചെയർമാൻ ഫാദർ വർഗീസ് കുത്തൂർ പറഞ്ഞു. MD-മാരായ ആന്റോ ജോസഫ് പട്ടിയക്കാരൻ, ആന്റണി വർക്കി എരിഞ്ഞേരി, സീനിയർ മാനേജർ ബാബു സി മഞ്ഞളി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഊരകവും പൂച്ചിനിപ്പാടവും ചേർപ്പും പെരിഞ്ചേരിയും വല്ലച്ചിറയും അടങ്ങുന്ന ആ പ്രാന്തപ്രദേശങ്ങളിലേക്ക് ഒത്തിരി സഹായ വാഗ്ദാനങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിച്ചെല്ലാൻ പോകുന്നത്. വിദ്യാഭ്യാസപരമായും രോഗസംബന്ധപരമായും വീടുകളുടെ പ്രശ്നങ്ങളായാലും ശരി, സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ താഴേക്കിടയിൽ വേദന അനുഭവിക്കുന്നവരുടെ വിഷമങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു നല്ല മാതൃകയായി ഞങ്ങളുടെ പിതാമഹന്മാർ ഞങ്ങൾക്ക് നൽകിയ ജീവകാരുണ്യത്തിൻ്റെ ദീപശിഖയുമായിട്ടാണ് ഞങ്ങൾ പൂച്ചിനിപ്പാടത്തേക്ക് ഇറങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകളാണ് ഞങ്ങൾക്കുള്ളത്. ലാഭം കൊയ്തെടുത്ത് ലാഭം കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു പ്രസ്ഥാനമല്ല ഒല്ലൂർ സാധു സംരക്ഷണ സംഘം കുറീസ് ലിമിറ്റഡ്.